2 ദിനവൃത്താന്തം 30-ാം അധ്യായം. അനന്തരം ഹെസ്കിയാവ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിക്കേണ്ടതിന് യെരൂശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് വരുവാൻ എല്ലാ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും അടുക്കൽ ആളയച്ചു. എഫ്രൈമിനും മനശ്ശെക്കും എഴുത്തും എഴുതി 2-ാം മാസത്തിൽ പെസഹ ആചരിക്കണമെന്ന് രാജാവും അവൻ്റെ പ്രഭുക്കന്മാരും യെരൂശലേമിലെ സർവ്വസഭയും നിർണയിച്ചിരുന്നു. പുരോഹിതന്മാർ വേണ്ടുന്ന അത്രയും പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതെയും ജനം യെരൂശലേമിൽ ഒരുമിച്ച് കൂടാതെയും ഇരുന്നതുകൊണ്ട് സമയത്തത് ആചരിപ്പാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആ കാര്യം രാജാവിനും സർവ്വസഭയ്ക്കും സമ്മതമായി. ഇങ്ങനെ അവർ യെരൂശലേമിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പാൻ വരേണ്ടതിന് ബർഷേബ മുതൽ ദാൻ വരെ എല്ലാ ഇസ്രായേലിൻ്റെയും ഇടയിലും പരസ്യമാക്കണമെന്ന് ഒരു തീർപ്പുണ്ടാക്കി. അവർ ബഹുകാലമായിട്ട് അത് വിധി പോലെ ആചരിച്ചിരുന്നില്ല. അങ്ങനെ ഓട്ടാളർ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെയും എഴുത്തുകൾ എല്ലാ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും ഇടയിൽ കൊണ്ടുപോയി രാജകൽപ്പന പ്രകാരം പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേൽ മക്കളെ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ നിങ്ങളിൽ അശൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ ശേഷിപ്പിൻ്റെ അടുക്കലേക്ക് തിരിയേണ്ടതിന് നിങ്ങൾ അവൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞുകൊള്ളുവീൻ. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് അകൃത്യം ചെയ്ത നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങളുടെ സഹോദരന്മാരെയും പോലെ നിങ്ങളാകരുത്. അവൻ അവരെ നാശത്തിന് ഏൽപ്പിച്ചു കളഞ്ഞത് നിങ്ങൾ കാണുന്നുവല്ലോ. ആകയാൽ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ദുശ്ശാഠ്യം കാണിക്കരുത്. യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊള്ളുവീൻ. അവൻ സദാകാലത്തേക്കും വിശുദ്ധീകരിച്ചിരിക്കുന്ന അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളെ വിട്ടുമാറേണ്ടതിന് അവനെ സേവിപ്പീൻ. നിങ്ങൾ യഹോവയെങ്കിലേക്ക് വീണ്ടും തിരിയുന്നു എങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരും പുത്രന്മാരും തങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവരോട് കരുണ ലഭിച്ചു ഈ ദേശത്തിലേക്ക് മടങ്ങി വരും. നിങ്ങളുടെ ദൈവമായ യഹോവ കൃപയും കരുണയും ഉള്ളവനല്ലോ. നിങ്ങൾ അവൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുന്നുവെങ്കിൽ അവൻ നിങ്ങളെ നോക്കാതെ വണ്ണം മുഖം തിരിച്ചു കളകയില്ല. അങ്ങനെ ഓട്ടാളർ എഫ്രൈമിൻ്റെയും മനശ്ശെയുടെയും ദേശത്ത് പട്ടണം തോറും സെബുലൂൻ വരെ സഞ്ചരിച്ചു. അവരെ പരിഹസിച്ച് നിന്ദിച്ചു കളഞ്ഞു. എങ്കിലും ആശേരിലും മനശ്ശെയിലും സെബുലൂനിലും ചിലർ തങ്ങളെ തന്നെ താഴ്ത്തി യെരൂശലേമിലേക്ക് വന്നു. യഹൂദയിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർ ഐക്യമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു. അങ്ങനെ 2-ാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിപ്പാൻ ബഹുജനം ഏറ്റവും വലിയൊരു സഭയായി യെരൂശലേമിൽ വന്നുകൂടി. അവർ എഴുന്നേറ്റ് യെരൂശലേമിൽ ഉണ്ടായിരുന്ന ബലിപീഠങ്ങളെ നീക്കിക്കളഞ്ഞ് സകല ധൂപകലശങ്ങളെയും എടുത്ത് കിദ്രോൻ തോട്ടിൽ എറിഞ്ഞു കളഞ്ഞു. 2-ാം മാസം 14-ാം തീയതി അവർ പെസഹ അറുത്തു. എന്നാൽ പുരോഹിതന്മാരെ ലേവ്യരും ലജ്ജിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോവയുടെ ആലയത്തിൽ ഹോമയാഗങ്ങളെ കൊണ്ടുവന്നു. അവർ ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണപ്രകാരം തങ്ങൾക്കുള്ള വിധി അനുസരിച്ച് തങ്ങളുടെ സ്ഥാനത്ത് നിന്നു. പുരോഹിതന്മാർ ലേവ്യരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാത്തവർ പലരും സഭയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത ഓരോരുത്തനു വേണ്ടി പെസഹ അറുത്ത് യഹോവയ്ക്ക് നിവേദിക്കേണ്ടതിന് ലേവ്യർ ഭാരമേറ്റിരുന്നു. വലിയൊരു ജനസമൂഹം എഫ്രൈമിൽ നിന്നും മനശ്ശെയിൽ നിന്നും ഇസ്സാഖാരിൽ നിന്നും സെബുലൂനിൽ നിന്നും ഉള്ള അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരിക്കുന്ന വിധി വിട്ട് മറ്റൊരു പ്രാകാരത്തിൽ പെസഹ തിന്നു. എന്നാൽ ഹിസ്കിയാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശുദ്ധ മന്ദിരത്തിന് ആവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും ദൈവത്തെ, തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിപ്പാൻ മനസ്സ് വയ്ക്കുന്ന എല്ലാവരോടും ദയാലുവായ യഹോവയെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കി. അങ്ങനെ യെരൂശലേമിൽ വന്നുകൂടിയിരുന്ന ഇസ്രായേൽ മക്കൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം 7 ദിവസം മഹാസന്തോഷത്തോടെ ആചരിച്ചു. ലേവ്യരും പുരോഹിതന്മാരും ഉച്ചനാദമുള്ള വാക്യങ്ങളാൽ യഹോവയ്ക്ക് പാടി ദിവസം പ്രതിയും യഹോവയെ സ്തുതിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ശുശ്രൂഷയിൽ സാമർത്ഥ്യം കാണിച്ച എല്ലാ ലേവ്യരോടും ഹൃദ്യമായി സംസാരിച്ചു. അവർ ഹനനയാഗങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ സ്തുതിച്ചും കൊണ്ട് 7 ദിവസം ഉത്സവം ഘോഷിച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെയും 7 ദിവസം ഉത്സവം ആചരിപ്പാൻ സർവ്വസഭയും നിർണയിച്ചു. അങ്ങനെ അവർ വേറെ 7 ദിവസവും സന്തോഷത്തോടെ ആചരിച്ചു. യഹൂദ രാജാവായ ഹിസ്കിയാവ് സഭയ്ക്ക് 1000 കാളയെയും 7000 ആടിനെയും കൊടുത്തു. പ്രഭുക്കന്മാരും സഭയ്ക്ക് 1000 കാളയെയും 10000 ആടിനെയും കൊടുത്തു. അനേകം പുരോഹിതന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. യഹൂദയുടെ സർവ്വസഭയും പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൽ നിന്ന് വന്ന സർവ്വസഭയും ഇസ്രായേൽ ദേശത്തു നിന്ന് വന്ന യഹൂദയിൽ പാർത്തിരുന്ന പരദേശികളും സന്തോഷിച്ചു. അങ്ങനെ യെരൂശലേമിൽ മഹാസന്തോഷമുണ്ടായി. ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ മകൻ ശലോമോൻ്റെ കാലം മുതൽ ഇതുപോലെ യെരൂശലേമിൽ സംഭവിച്ചിട്ടില്ല. ഒടുവിൽ ലേവ്യരായ പുരോഹിതന്മാർ എഴുന്നേറ്റ് ജനത്തെ അനുഗ്രഹിച്ചു. അവരുടെ അപേക്ഷ കേൾക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥന അവൻ്റെ വിശുദ്ധ നിവാസമായ സ്വർഗ്ഗത്തിലെത്തുകയും ചെയ്തു.